ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത. ഇന്ന് നമുക്ക് ഇനഫ് ടു ഈ രണ്ട് വാക്കുകളുടെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇനഫ് എന്താണെന്ന് മനസ്സിലാക്കാം, അത് കഴിഞ്ഞിട്ട് ടു എന്താണെന്ന് പഠിക്കാം. പിന്നെ നമുക്ക് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ ഇനഫ് എന്ന് വെച്ചാൽ എന്താ? അതിന്റെ മീനിങ് സഫിഷ്യന്റ് അല്ലെങ്കിൽ നെസസറി എമൗണ്ട് എന്നൊക്കെ പറയില്ലേ, വേണ്ടത്ര, പിന്നെ ആവശ്യത്തിന്, മതിയായ അളവ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഇനഫ് യൂസ് ചെയ്യുന്നത് എന്ന് ആദ്യം നോക്കാം. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഈ വീടിന് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വേണ്ടത്ര വലുപ്പമുണ്ട്. അതായത് വീടിന് വേണ്ടത്ര വലുപ്പമുണ്ട് എന്നാണ് പറയുന്നത്. വേണ്ടത്ര വലുപ്പം എങ്ങനെ പറയാം? ദിസ് ഹൗസ് ഈസ് ബിഗ് ഇനഫ് ഫോർ us. ദിസ് ഹൗസ് ഈസ് ബിഗ് ഇനഫ് ഫോർ us. ബിഗ് ഇനഫ്, വേണ്ടത്ര വലുപ്പം. ക്ലിയർ ആയോ? അടുത്ത ഒരു സെന്റൻസും കൂടെ നോക്കൂ. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഒരു സ്യൂട്ട് കേസ് ഉണ്ട്. ഈ സ്യൂട്ട് കേസ് നിങ്ങൾക്ക് പൊക്കാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് ഈ സ്യൂട്ട് കേസ് പൊക്കാനുള്ള അത്ര ശക്തിയൊക്കെ ഉള്ളവളാണ് ഞാൻ എന്നൊക്കെ ഞാൻ പറയും. എങ്ങനെയാ? അപ്പൊ എങ്ങനെ പറയാം? ഐ ആം സ്ട്രോങ് ഇനഫ് ടു ലിഫ്റ്റ് ദിസ് സ്യൂട്ട് കേസ്. ഐ ആം സ്ട്രോങ് ഇനഫ്. കണ്ടോ? സ്ട്രോങ് ഇനഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര ശക്തി അല്ലെങ്കിൽ വേണ്ടത്ര ആരോഗ്യം എന്നാണ് പറയുന്നത്. സ്ട്രോങ് ഇനഫ്. അടുത്തത്, ഇപ്പൊ അവൻ വേണ്ടത്ര ധൈര്യശാലിയാണ് നമ്മൾ പറയാറില്ലേ? എങ്ങനെ പറയാം? ഹി ഈസ് ബ്രേവ് ഇനഫ്. ഹി ഈസ് ബ്രേവ് ഇനഫ്. ഇവിടെ വേണ്ടത്ര എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ ആദ്യത്തേത് പറഞ്ഞു വേണ്ടത്ര വലിപ്പം, ബിഗ് ഇനഫ്. രണ്ടാമത്തേത് സ്ട്രോങ് ഇനഫ്, വേണ്ടത്ര ശക്തി. മൂന്നാമത്തേത് എന്താ പറഞ്ഞ്? വേണ്ടത്ര ധൈര്യം, ബ്രേവ് ഇനഫ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇനഫിന് മുമ്പിലായിട്ട് വന്നിരിക്കുന്ന ഇതൊക്കെ ഒരു അഡ്ജക്റ്റീവ് ആണല്ലേ. ബ്രേവ്, സ്ട്രോങ്, അതുപോലെ തന്നെ ബിഗ്, ഇതൊക്കെ എന്താണ്? ഒരു അഡ്ജക്റ്റീവ് ആണ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ ഈ അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ടാണ് ഇനഫ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പോ എന്താണ് ഫസ്റ്റ് യൂസേജ്? ഇനഫ് എപ്പോഴും യൂസ് ചെയ്യുന്നത് അഡ്ജക്റ്റീവിന്റെ കൂടെ ആണെങ്കിൽ അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ടായിരിക്കണം. സോ ആഫ്റ്റർ അഡ്ജക്റ്റീവ്. സോ ശ്രദ്ധിക്കുക, അഡ്ജക്റ്റീവ് പ്ലസ് ഇനഫ്. ക്ലിയർ ആയോ? ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ വേണ്ടത്ര എന്നുള്ള സെന്റൻസുകളൊക്കെ ഇപ്പൊ നമുക്ക് വേണ്ടത്ര ഇല്ല. അപ്പൊ അതെന്താണ്? ലെസ് ദാൻ നെസസറി എമൗണ്ട്. അതായത് നമുക്ക് ആവശ്യത്തിന് ഇല്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണല്ലേ. ഇതെങ്ങനെ പറയാം? ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തേത് ഞാൻ പറഞ്ഞു, ദിസ് ഹൗസ് ഈസ് ബിഗ് ഇനഫ് ഫോർ us. ഞങ്ങൾക്ക് വേണ്ടത്ര വലുപ്പമുണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഈ വീടിന് ഞങ്ങൾക്ക് വേണ്ടത്ര വലുപ്പം ഇല്ല എന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയാം? വേണ്ടത്ര വലുപ്പമില്ല. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇതെങ്ങനെ പറയാം? ദിസ് ഹൗസ് ഈസ് നോട്ട് ബിഗ് ഇനഫ് ഫോർ us. നോട്ട് ബിഗ് ഇനഫ് ഫോർ us. ഇവിടെ ഞാൻ നോട്ട് എന്ന് ആഡ് ചെയ്തിരിക്കുന്നത് ബിഗ് എന്നുള്ള അഡ്ജക്റ്റീവിന് മുമ്പിലായിട്ടാണ്. അടുത്ത യൂസേജ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഇതുവരെ പറഞ്ഞത് നമ്മൾ അഡ്ജക്റ്റീവിന്റെ കൂടെയായിരുന്നു. ഇനിയിപ്പോ എങ്ങനെയാണ് ഒരു പ്രവൃത്തി, അതായത് ഒരു വേർബൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ ഞാൻ പറയുകയാണ്, അവൻ വേണ്ടത്ര ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് ഇപ്പോ എന്ന് പറയില്ലേ നമ്മള്? വേണ്ടത്ര ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണല്ലേ. അങ്ങനെ വേണ്ടത്ര ഉച്ചത്തിൽ സംസാരിച്ചാലല്ലേ നമുക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ എങ്ങനെ പറയാം? ഹി ഈസ് സ്പീക്കിംഗ് ലൗഡ്ലി ഇനഫ്. കണ്ടോ? ലൗഡ്ലി ഇനഫ്, വേണ്ടത്ര ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ലൗഡ്ലി ഇനഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത്ര ഉച്ചത്തിൽ. അടുത്തൊരു സെന്റൻസും കൂടെ നോക്കാം. ഇപ്പൊ ഞാൻ പറയുകയാണ്, അവൻ വേണ്ടത്ര വേഗത്തിലാണ് കാർ ഓടിക്കുന്നത്. അതായത് അവിടെ എത്താൻ വേണ്ടത്ര വേഗത്തിലാണ് അവൻ ഓടിക്കുന്നത് എന്നാണ് പറയുന്നത്. എങ്ങനെ പറയാം? ഹി ഈസ് ഡ്രൈവിംഗ് ഫാസ്റ്റ് ഇനഫ് ടു റീച്ച് ദെയർ. ഹി ഈസ് ഡ്രൈവിംഗ് ഫാസ്റ്റ് ഇനഫ് ടു റീച്ച് ദെയർ. ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് സെന്റൻസിലും നിങ്ങൾ ശ്രദ്ധിച്ചോ? ആദ്യത്തേത് സ്പീക്കിംഗ് ലൗഡ്ലി ഇനഫ്, രണ്ടാമത്തേത് ഡ്രൈവിംഗ് ഫാസ്റ്റ് ഇനഫ്. അപ്പോ ഈ ഇനഫ് എന്നതിന് മുമ്പിൽ വന്നിട്ടിരിക്കുന്നത് എന്താണ്? ഒരു ആഡ്വർബ് ആണല്ലേ. അതായത് സ്പീക്കിംഗ് ലൗഡ്ലി വേർബിന്റെ വിശേഷണമാണ് ആഡ്വർബ്. അപ്പൊ എന്താണ്? വേർബ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ലൗഡ്ലി എന്നുള്ളത് ആഡ്വർബ്. അടുത്തത് ഡ്രൈവിംഗ് ഫാസ്റ്റ്. അപ്പൊ വേർബ് കഴിഞ്ഞിട്ട് ഒരു ആഡ്വർബ് വന്നു, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനഫ് ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെയും ആഡ്വർബ് പ്ലസ് ഇനഫ് എന്നത് ഓർക്കുക. അപ്പോൾ ആഡ്വർബ് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇനഫ്. ഇനിയിപ്പോ നമുക്ക് അവൻ വേണ്ടത്ര ഉച്ചത്തിലല്ല സംസാരിക്കുന്നത് എന്ന് പറയണമെങ്കിലോ, വേണ്ടത്ര ഉച്ചത്തിൽ സംസാരിച്ചില്ലെങ്കിൽ എന്താ? നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു നെഗറ്റീവ് ആണ്. അതെങ്ങനെ പറയാം? ഹി ഈസ്ന്റ് സ്പീക്കിംഗ് ലൗഡ്ലി ഇനഫ്. അതായത് ഹി ഈസ് നോട്ട് സ്പീക്കിംഗ് ലൗഡ്ലി ഇനഫ്.
നോട്ട് സ്പീക്കിംഗ് ലൗഡ്ലി ഇനഫ് എന്ന് വെച്ചാൽ വേണ്ടത്ര ഉച്ചത്തിലല്ല സംസാരിക്കുന്നത് എന്നാണ്. ഇനി അടുത്ത യൂസേജ് നോക്കാം. ഇപ്പൊ നമ്മൾ 2 യൂസേജ് പഠിച്ചു. ഇനി മൂന്നാമത്തേത് എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും വേണ്ടത്ര ഭക്ഷണമുണ്ട്, അതായത് എല്ലാവർക്കും വേണ്ടത്ര ഭക്ഷണമുണ്ട് എന്നാണ് പറയുന്നത്. അതെങ്ങനെ പറയാം? there is enough food for everyone. നിങ്ങൾ ശ്രദ്ധിച്ചോ? there is enough food for everyone എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. enough food, വേണ്ടത്ര ഭക്ഷണമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഒരു സെന്റൻസും കൂടെ നോക്കാം. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇവിടെ എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടത്ര സ്ഥലമുണ്ട്. there is enough space to sit for everyone. enough space, കണ്ടോ? വേണ്ടത്ര സ്ഥലം. ഇപ്പൊ ഈ 2 സംഭവങ്ങളും ഈ 2 സെന്റൻസിലും എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇനഫ് എവിടെയാണ് വന്നിരിക്കുന്നത്? ഇനഫ് ഫുഡ്, ഇനഫ് സ്പേസ്. ഈ ഫുഡ്, സ്പേസ് ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ഒരു നൗൺ ആണ്. ഏത് നൗൺ ആണ്? അൺകൗണ്ടബിൾ നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റാത്തവ അല്ലെ. ഈ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഇനഫ്. പക്ഷെ നമ്മൾ ഈ നൗണിന്റെ മുമ്പിലായിട്ടാണ് ഇവിടെ ഇനഫ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? there is enough food. നമ്മളിവിടെ there is food enough എന്ന് പറയില്ല. നേരത്തെ അഡ്ജക്റ്റീവിന്റെയും ആഡ്വർബിന്റെയും കൂടെയും ഇനഫ് യൂസ് ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ ആണ്. ഇവിടെ നൗണിന് മുമ്പിലായിട്ട് ബിഫോർ നൗൺ. അപ്പൊ എങ്ങനെ പറയാം? ഇനഫ് പ്ലസ് നൗൺ ആണ്. ഇനഫ് കഴിഞ്ഞിട്ട് നൗൺ യൂസ് ചെയ്യുക. ഇനി ഇപ്പൊ പറഞ്ഞത് ഞാൻ പറഞ്ഞു അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ്. ഇതുപോലെ നമുക്ക് കൗണ്ടബിൾ നൗണിന്റെ കൂടെയും യൂസ് ചെയ്യാം. എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇവിടെ ഈ മീറ്റിങ്ങിന് വേണ്ടത്ര ആൾക്കാരുണ്ട്. ഈ മീറ്റിങ്ങിന് വേണ്ടത്ര ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെ പറയാം? there are enough people for this meeting. enough people for this meeting. there are എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ആൾക്കാരാണ്, പീപ്പിൾ ആണ്. അപ്പൊ അത് കൗണ്ടബിൾ നൗൺ ആണ്. സോ വി ആർ യൂസിങ് there are. ഓക്കെ, അടുത്ത ഒരു എക്സാമ്പിളും കൂടെ കൗണ്ടബിൾ നൗണിൽ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഈ കറിക്ക് വേണ്ടത്ര മുട്ട ഇവിടെ ഉണ്ട്. എങ്ങനെ പറയാം? there are enough eggs for this curry. അപ്പൊ ഇത് രണ്ടും കൗണ്ടബിൾ നൗൺ. നേരത്തെ പറഞ്ഞത് അൺകൗണ്ടബിൾ നൗൺ. പക്ഷെ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം നൗൺ പ്ലസ് ഇനഫ് എന്നാണ്. അപ്പൊ ഈ 3 യൂസേജസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഇനഫ് എന്നതിന്റെ ഇതൊക്കെ വേണ്ടത്ര ഇല്ല എന്ന് പറയണമെങ്കിലും നെഗറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ്? ഇപ്പൊ വേണ്ടത്ര സ്ഥലമില്ല. അപ്പൊ എങ്ങനെ പറയാം? there isn't enough space. അതുപോലെ വേണ്ടത്ര ആൾക്കാരില്ല. there aren't enough people. there aren't, there isn't. ഓക്കെ, അപ്പൊ നിങ്ങളത് മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ടു എന്നുള്ളത്. ടു എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. ഈ ടു എന്നതിന്റെ മീനിങ് എന്താണ്? ഇത് ടോട്ടലി ഡിഫറെന്റ് ആയ ഒരു മീനിങ് ആണ്. ഇനഫ് എന്ന് ഞാൻ പറഞ്ഞു വേണ്ടത്ര. പക്ഷെ ടു എന്നത് വേണ്ടതിലധികം, അതായത് മോർ ദാൻ നെസസറി amount. മോർ ദാൻ നെസസറി amount എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടതിലധികം, ആവശ്യത്തിലധികം എന്നൊക്കെ പറയാനായിട്ടാണ് ടു നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഈ മാങ്ങയ്ക്ക് വേണ്ടതിലധികം മധുരമുണ്ട്. വേണ്ടതിലധികം, വേണ്ടത്ര മധുരമല്ല പറഞ്ഞിരിക്കുന്നത്, വേണ്ടതിലധികം. അപ്പൊ എങ്ങനെ പറയാം? ദിസ് മാംഗോ ഇസ് ടു സ്വീറ്റ്. ടു സ്വീറ്റ്, കണ്ടോ? ടു സ്വീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേണ്ടതിലധികം മധുരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇപ്പൊ ഞാൻ പറയാണ്, ഈ കറിക്ക് വേണ്ടതിലധികം ചൂടുണ്ട്. വേണ്ടതിലധികം ചൂടാണ് ഈ കറി. അപ്പൊ നമുക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ ഇതൊന്നും നല്ലൊരു കാര്യമല്ല ശരിക്കും. അപ്പൊ എങ്ങനെ പറയാം? ദിസ് കറി ഈസ് ടു ഹോട്ട്. ടു ഹോട്ട്, കണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ 2 സെന്റൻസും നിങ്ങൾ ശ്രദ്ധിച്ചോ? എവിടെയാണ് നമ്മൾ ടു യൂസ് ചെയ്തിരിക്കുന്നത്? സ്വീറ്റ്, ഹോട്ട്, ഇത് രണ്ടും എന്താണ്? ഇതൊരു അഡ്ജക്റ്റീവ് ആണല്ലേ? ഈ അഡ്ജക്റ്റീവിന് മുമ്പിലായിട്ടാണ് ടു വന്നിരിക്കുന്നത്. നേരത്തെ ഇനഫ് എവിടെയാണ് വന്നിരിക്കുന്നത്? അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷെ ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ടു വന്നിരിക്കുന്നത് അഡ്ജക്റ്റീവിന് മുമ്പിലായിട്ടാണ്. അപ്പോൾ ഓർക്കുക, ടു പ്ലസ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. വേറൊരു യൂസേജ് നോക്കാം. അപ്പൊ ഞാൻ പറയുകയാണ്, അവൻ വേണ്ടതിലധികം ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞു വേണ്ടത്ര ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് എന്ന്. അത് നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ പറയുന്നത് അവൻ വേണ്ടതിലധികം, അതായത് ആവശ്യത്തിലധികം സൗണ്ടിലാണ് അവൻ സംസാരിക്കുന്നത് എന്ന് നമ്മൾ പറയില്ലേ? അപ്പൊ അതെങ്ങനെ പറയാം? ഹി ഈസ് സ്പീക്കിംഗ് ടു ലൗഡ്ലി. കണ്ടല്ലോ, ഹി ഈസ് സ്പീക്കിംഗ് ടു ലൗഡ്ലി. ശ്രദ്ധിച്ച നിങ്ങൾ ഇവിടെ എവിടെയാണ് ടു വന്നിരിക്കുന്നത് എന്ന്? ആ ലൗഡ്ലി എന്നുള്ള ആഡ്വർബിന് മുമ്പിലായിട്ടാണ്. ഹി ഈസ് സ്പീക്കിംഗ്
too loudly. ഓക്കെ, അപ്പോൾ ഇവിടെയും ആഡ്വേർബ് മുമ്പിലായിട്ട് ടു, അപ്പൊ ടു പ്ലസ് ആഡ്വേർബ്, നേരത്തേത് ഇനഫ് പ്ലസ് ആഡ്വേർബ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടു എന്നതിന്റെ നെക്സ്റ്റ് യൂസേജ് ആണ്. നമുക്കിവിടെ ടു മച്ച് അല്ലെങ്കിൽ ടു മെനി ഈ രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം. എന്തിന്റെ കൂടെ? നൗണിന്റെ കൂടെ. പക്ഷെ ഈ ടു മച്ച് യൂസ് ചെയ്യുന്നത് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയും ടു മെനി യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗണിന്റെ കൂടെയുമാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഈ കാപ്പിയിൽ വേണ്ടതിലധികം മധുരമുണ്ട്, അതായത് വേണ്ടതിലധികം പഞ്ചസാര എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കാപ്പിയിൽ വേണ്ടതിലധികം പഞ്ചസാരയുണ്ട്. ഇതെങ്ങനെ പറയാം? There is too much sugar in this coffee. നിങ്ങൾ ശ്രദ്ധിച്ചോ, too much sugar ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ഷുഗർ എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അതിന് മുമ്പിലായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതാണ് ടു മച്ച് എന്ന്, വേണ്ടതിലധികം എന്ന് പറയാനായിട്ട് ടു മച്ച് യൂസ് ചെയ്തിരിക്കുന്നു. ടു മച്ച് പ്ലസ് അൺകൗണ്ടബിൾ നൗൺ എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ അടുത്തത് നോക്കൂ, ആ ഷെൽഫിനകത്ത് ആവശ്യത്തിലധികം ബുക്കാണ്, അതായത് വേണ്ടത്ര ബുക്കല്ല, ഒരു ആവശ്യത്തിലധികം ബുക്കാണ് ആ ഷെൽഫിനകത്ത് എന്ന് പറയുന്നത്. ഇതെങ്ങനെ പറയാം? There are too many books in the shelf. Too many books in the shelf. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് too many എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? ബുക്സ് കൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ ഓർക്കുക, ബുക്സിന് മുമ്പിലായിട്ട് too many യൂസ് ചെയ്യുക. സോ too many പ്ലസ് കൗണ്ടബിൾ നൗൺ. ശ്രദ്ധിച്ചോ എങ്ങനെയാണ് നമ്മൾ too much പ്ലസ് അൺകൗണ്ടബിൾ നൗൺ, too many പ്ലസ് കൗണ്ടബിൾ നൗൺ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും അല്ലേ? ഇനി നമുക്ക് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ഇപ്പൊ ഞാൻ പറയുകയാണ്, അവന് വേണ്ടത്ര നീളമുണ്ട് എന്ന് പറയില്ലേ, അവൻ നല്ല വേണ്ടത്ര നീളമുള്ളവനാണ് എന്ന് പറയാണ്. എങ്ങനെ പറയാം? ഹി ഈസ് ടോൾ ഇനഫ്. കണ്ടല്ലോ, ഹി ഈസ് ടോൾ ഇനഫ്, വേണ്ടത്ര നീളമുള്ളവനാണ്. ഇപ്പൊ ഞാൻ പറയുകയാണ്, അവന് വേണ്ടതിലധികം നീളമുണ്ട്, വേണ്ടതിലധികം നീളമുണ്ട്. അതെങ്ങനെ പറയാം? ഹി ഈസ് ടു ടോൾ. കണ്ടല്ലോ നിങ്ങൾ, ഈ രണ്ട് ശ്രദ്ധിച്ചോ? ആദ്യത്തേത് ടോൾ ഇനഫ്, രണ്ടാമത്തേത് ടു ടോൾ. ശ്രദ്ധിച്ചോ? അപ്പൊ ആദ്യത്തേത് എന്താണ്? ടോൾ ഇനഫ് എന്നുള്ളത് അഡ്ജക്റ്റീവ് പ്ലസ് ഇനഫ്, രണ്ടാമത്തേത് ടു പ്ലസ് ടോൾ. ഇപ്പൊ അവന് വേണ്ടത്ര നീളമില്ല എന്ന് പറയണമെങ്കിലോ he isn't tall enough. He isn't tall enough. ഇനി അടുത്തത്, അവൻ വേണ്ടത്ര വേഗത്തിലാണ് നടക്കുന്നത്. He is walking fast enough. Walking fast enough. കണ്ടോ, ഈ ഫാസ്റ്റ് എന്നുള്ള ആഡ്വർബ് കഴിഞ്ഞിട്ട് ഇനഫ് ചേർത്തു. ഇനി അവൻ വേണ്ടത്രയല്ല, വേണ്ടതിലധികം വേഗത്തിലാണ് അവൻ നടക്കുന്നത്, കൂടുതലാണ് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. He is walking too fast. He is walking too fast. ശ്രദ്ധിച്ചോ, അവിടെയും ആഡ്വർബ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? നേരത്തെ വാക്കിംഗ് ഫാസ്റ്റ് ഇനഫ്, അതായത് ആഡ്വർബ് പ്ലസ് ഇനഫ്, രണ്ടാമത്തേത് ടു പ്ലസ് ഫാസ്റ്റ്. ഇനി ഞാൻ പറയുകയാണ്, ഞാൻ വേണ്ടത്ര ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെ പറയാം? ഐ ഹാവ് മെയ്ഡ് ഇനഫ് ഫുഡ്. ഐ ഹാവ് മെയ്ഡ് ഇനഫ് ഫുഡ്. ശ്രദ്ധിച്ചോ? ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കൂ, വേണ്ടതിലധികം, അതായത് ഞാൻ കുറേ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് വേണ്ടതിൽ ആവശ്യത്തിലധികം ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ പറയാം? I have made too much food. I have made too much food. ശ്രദ്ധിച്ചോ? അപ്പൊ enough food, too much food. ഇവിടെ രണ്ടും അൺകൗണ്ടബിൾ നൗണിന് മുമ്പിലായിട്ടാണ് ഇനഫും അതുപോലെ തന്നെ ടു മച്ചും. അത് രണ്ടും ശ്രദ്ധിച്ചോ? ഇനഫ് പ്ലസ് അൺകൗണ്ടബിൾ നൗൺ ആൻഡ് ടു മച്ച് പ്ലസ് അൺകൗണ്ടബിൾ നൗൺ. ഇതുപോലെ തന്നെയാണ് ടു മെനി വന്നാലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ ഇത്രയും നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഇനഫ് എങ്ങനെ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ടു എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.